തൊണ്ടച്ചൻ. സവർണ മേലാളന്മാർക്ക് വിദ്യയും അറിവും നേടിയ കീഴാളന്മാരോടുള്ള പകപോക്കലും ഇല്ലാതാക്കലുമാണ് പുലിമറഞ്ഞ തൊണ്ടച്ചന്റെ കഥയിലെ പ്രധാന ഇതിവൃത്തം. തൊണ്ടച്ചൻ എന്ന പേരിൽ ഒരുപാട് തെയ്യക്കോലങ്ങളുണ്ട്. എന്നാൽ തൊണ്ടച്ചൻ എന്ന പേര് തറവാട്ടിലെ മൂത്ത കാരണവർ, പൂർവികർ, ഗുരുനാഥൻ എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന ഒന്നാണ്. ഇവിടെ പറയുന്ന പുലിമറഞ്ഞ തൊണ്ടച്ചൻ ദൈവം പുലയ സമുദായത്തിന്റെ ആരാധനാ ദൈവമാണ്. പുലിമറഞ്ഞ തൊണ്ടച്ചൻ ദൈവത്തിന്റെ കഥ തുടങ്ങുന്നത് ഇങ്ങനെയാണ്. കുഞ്ഞിമംഗലത്തെ പ്രമാണിയായ വാർത്താറ്റിൽ ചേണിച്ചേരി കുഞ്ഞമ്പു നമ്പ്യാർ മാടായിക്കാവിലെ പൂരക്കടവത്തെ അടിമച്ചന്തയിൽ നിന്നും കൃഷിപ്പണിക്കായി വള്ളിക്കുടിച്ച് വിരുന്തിയെ അടിമപ്പണം നൽകി ഏറ്റെടുക്കുന്നു. പിന്നീട് ചേണിച്ചേരി നമ്പ്യാർ അടിമച്ചന്തയിൽ നിന്ന് കൊണ്ടുവന്ന മണിയൻ കാഞ്ഞനുമായി വിരുന്തിയെ കല്യാണം കഴിപ്പിക്കുകയും അവർക്ക് കാരി എന്നു പേരായ മകൻ ജനിക്കുകയും ചെയ്തു. കീഴാളർക്ക് അറിവും അക്ഷരവും നിഷേധിക്കപ്പെട്ട കാലമായിരുന്നു അത്. എന്നാൽ കാരിക്ക് കൃഷിയേക്കാളും താല്പര്യം അക്ഷരവും ആയോധന വിദ്യയും പഠിക്കാനായിരുന്നു. കാരി തന്റെ ആഗ്രഹം അച്ഛനോട് പറഞ്ഞു. താഴ്ന്ന ജാതിക്കാരെ കളരിയിൽ കയറ്റില്ല എന്ന് പറഞ്ഞ അച്ഛനോട് ഞാൻ കളരിയിൽ പോകുമെന്ന് കാരി ശഠിച്ചു. ഇതറിഞ്ഞ അവരുടെ ജന്മിയായ ചേണിച്ചേരി കുഞ്ഞമ്പു നമ്പ്യാർക്ക് അനുകമ്പ തോന്നി. എന്നിട്ട് കാരിയോട് ഇങ്ങനെ പറഞ്ഞു: നീ കളരിയിൽ ചെന്നാൽ നിന്റെ നാട് കുഞ്ഞിമംഗലം, വീട് പാറന്താട്ട്, പേര് കുഞ്ഞമ്പു എന്ന് കളരി ഗുരുക്കളോട് പറയുക എന്ന് പറഞ്ഞു. അങ്ങനെ മാടായി കളരിയിൽ നിന്ന് ആയോധന വിദ്യ പഠിച്ചു തുടങ്ങി. പിന്നീട് വളപട്ടണം കളരി അഥവാ വാളൂർ കളരി, എടക്കാട് കളരി, മയ്യഴി കളരി, പാഞ്ഞാർ കളരി, കോലത്ത് കളരി, താവത്ത് കളരി, ചൊവ്വക്കളരി, എടാട്ട് കളരി, കുഞ്ഞിമംഗലത്തെ കല്ലന്താറ്റിൽ കളരി, പാണച്ചിറമ്പൽ കളരി, അരയമ്പത്ത് കളരി, മാട്ടുമ്മൽ കളരി, മുതുവടത്ത് കളരി എന്നിങ്ങനെ 18 കളരികളിൽ നിന്ന് അറിവും അടവും പഠിച്ച കാരി വടകരയിലെ ലോകനാർ കാവിനടുത്തുള്ള ചോദിയാൻ കളരിയിൽ നിന്നും ആയോധന വിദ്യ പഠിക്കാൻ ആഗ്രഹിച്ചു. കാരി കുലം മാറ്റി പറഞ്ഞത് ചോദിയാൻ ഗുരുക്കത്തി അമ്മയ്ക്ക് ആദ്യമേ മനസ്സിലായിരുന്നു. ചോദിയാൻ കളരിയിൽ പഠിക്കണമെങ്കിൽ ചോദിയാത്തി വച്ച കഞ്ഞി കുടിക്കണമെന്നും ചോദിയാത്തി വിരിച്ച പായിൽ കിടക്കണമെന്നും അവർ പറഞ്ഞു. ഇത് സമ്മതിച്ച കാരി അവിടെ നിന്നും ആയോധന വിദ്യയും 101 മാറാട്ട് വിദ്യ അഥവാ ഒടിവിദ്യയും മന്ത്രവും തന്ത്രവും ജ്യോതിഷവും കരസ്ഥമാക്കി. ഈച്ചയും ഉറുമ്പുമായി ഇഴഞ്ഞു പഠിച്ചു. കാക്കയും പരുന്തുമായി പറന്നു പഠിച്ചു. കുറച്ചു നാളുകൾക്ക് ശേഷം നാട്ടിൽ പോയി അച്ഛനെയും അമ്മയെയും കാണാൻ ആഗ്രഹിച്ച കാരി ഗുരുക്കത്തി അമ്മയോട് ആവശ്യമറിയിച്ചു. എന്നാൽ കാരി കളരിയിൽ നിന്നും പിരിയുന്നത് ഇഷ്ടമല്ലാത്ത ഗുരുക്കത്തി അമ്മ വിട ചോദിക്കാൻ ചെന്ന കാരിയെ ശപിച്ചു. തന്റെ വീടും പേരും മാറ്റിപ്പറഞ്ഞു പഠിച്ച മന്ത്രവിദ്യയാൽ നീ പുലിയായി മാറിയാൽ നീ പുലിക്കൂട്ടത്തിൽ ചെന്ന് ചേർന്നു പോട്ടെ എന്ന്. ഗുരുശാപം ശ്രദ്ധിക്കാതെ കാരി തന്റെ നാട്ടിലെത്തി. താൻ പഠിച്ച എല്ലാ വിദ്യകളും അടവുകളും നാട്ടുകാരെ പഠിപ്പിക്കണമെന്ന് കാരി ആഗ്രഹിച്ചു. തന്റെ ആഗ്രഹം ജന്മിയായ ചേണച്ചേരി നമ്പ്യാരോട് പറഞ്ഞപ്പോൾ മാടായിയിൽ കളരിക്കുള്ള എല്ലാ സൗകര്യങ്ങളും അദ്ദേഹം ചെയ്തു കൊടുത്തു. കാരി മാടായി കാരി ഗുരുക്കളായി. മണ്ണിൽ അടിമവേല ചെയ്യേണ്ട കീഴ്ജാതിക്കാരിൽ ഒരാൾ തന്ത്രമന്ത്രങ്ങൾ അറിഞ്ഞ് മാടായി കാരി ഗുരുക്കളായ വാർത്ത കാട്ടുതീ പോലെ പടർന്നു. വിവരമറിഞ്ഞ മേലാളർക്ക് ഇത് അനിഷ്ടത്തിനും പകയ്ക്കും ഇടയാക്കി. അങ്ങനെയിരിക്കെ അള്ളട നാട്ടിലെ തമ്പുരാന് മാനസിക വിഭ്രാന്തി പിടിപെട്ടു. ധാരാളം മാന്ത്രികരും വൈദ്യരും ചികിത്സ ചെയ്തെങ്കിലും ഒരു മാറ്റവും ഉണ്ടായില്ല. മാടായി കാരിഗുരുക്കളുടെ പ്രശസ്തി കേട്ടറിഞ്ഞ് അള്ളട തമ്പുരാന്റെ കോലോത്തു നിന്ന് തുടരെ കാരിഗുരുക്കൾക്ക് ചെമ്പോലയിൽ സന്ദേശം കൈമാറിക്കൊണ്ടിരുന്നു. തമ്പുരാന്റെ ഭ്രാന്ത് മാറിയാൽ നാടിന്റെ ഒരു ഭാഗവും സ്വർണ്ണ കിഴികളും നൽകാമെന്ന മോഹന വാഗ്ദാനവും ആ സന്ദേശത്തിൽ ഉണ്ടായിരുന്നു. ചതി മനസ്സിലാക്കിയ ചേണിച്ചേരി കുഞ്ഞമ്പു നമ്പ്യാർ കാരിഗുരുക്കൾ അള്ളട നാട്ടിലേക്ക് പോകുന്നത് എതിർത്തു. എന്നാൽ കാരി പോകാൻ തന്നെ തീരുമാനിച്ചു.
കോവിലകത്തെത്തിയ കാരി തന്റെ മാന്ത്രിക വിദ്യയിലൂടെ തമ്പുരാന്റെ അസുഖം ഭേദമാക്കി. രോഗം മാറിയപ്പോൾ തമ്പുരാന്റെ മട്ടുമാറി. തമ്പുരാൻ കാരി ഗുരുക്കളോട് ഇങ്ങനെ പറഞ്ഞു: കോവിലകത്തെ കൊട്ടിലകത്തെ അടിയന്തരം മുടങ്ങിയിട്ട് 1 വർഷമായി. അത് പുനരാരംഭിക്കാൻ പുലിപ്പാലും പുലിജടയും വേണം. ഇതുകൂടി കൊണ്ടുവന്നാലേ പാരിതോഷികം തരാൻ പറ്റൂ. എന്നാൽ കാരി തമ്പുരാൻ പറഞ്ഞ കാര്യങ്ങൾ പൂർണ്ണ മനസ്സോടെ ഏറ്റെടുത്ത് പുലിമറയൽ എന്ന ഒടിവിദ്യ ചെയ്യാൻ തീരുമാനിച്ചു. വളരെ ശ്രദ്ധയോടെ ചെയ്യേണ്ടതും ഏതെങ്കിലും തരത്തിൽ പിഴ പറ്റിയാൽ മനുഷ്യരൂപം എന്നേക്കുമായി നഷ്ടപ്പെടുമെന്ന പൂർണ്ണ ബോധ്യം കാരിഗുരുക്കൾക്കുണ്ടായിരുന്നു. താൻ പുലിയായി മാറാൻ പോകുന്നുവെന്ന് വീട്ടിൽ പറയാൻ പോകുന്ന കാരിഗുരുക്കൾക്ക് തന്റെ ആരാധനാമൂർത്തികളായ പൊട്ടൻ ദൈവവും പുറത്തിയമ്മയും ഗുളികനും എന്തൊക്കെയോ അനർത്ഥങ്ങൾ കാട്ടിക്കൊടുത്തു. പക്ഷേ ഇതൊന്നും കൂട്ടാക്കാതെ കാരിഗുരുക്കൾ തന്റെ തീരുമാനത്തിൽ ഉറച്ചു നിന്നു. തന്റെ കുടിലിലെത്തിയ കാരിഗുരുക്കൾ ഭാര്യ വെള്ളച്ചിയോട് ഇങ്ങനെ പറഞ്ഞു: ഞാൻ പുലിയായി മറഞ്ഞ് പുലിയൂർ കുന്നിലേക്ക് പോവുകയാണ്. ഞാൻ പുലിയായി മടങ്ങി വന്നാൽ നീ എൻ്റെ മുഖത്ത് അരിക്കാടി വെള്ളവും പച്ചച്ചാണകം കലക്കിയ വെള്ളം മുക്കിയ അടിമാച്ചികൊണ്ട് മുഖത്തടിക്കുകയും വേണം. എങ്കിലേ എനിക്ക് മനുഷ്യരൂപം തിരിച്ചു കിട്ടൂ. അടിക്കാടി വെള്ളവും അടിമാച്ചിയും നീ നേരത്തെ എടുത്തു വച്ചുകൊള്ളുക. നീ മാത്രമേ ഈ വിവരം അറിയുന്നുള്ളൂ. നീ എന്നെ ചതിക്കുമോ? ഇത്രയും പറഞ്ഞുകൊണ്ട് താൻ ജീവനതുല്യം സ്നേഹിച്ച ഭാര്യയെ വിശ്വസിച്ച് കാരിഗുരുക്കൾ 6ാം മലയിലേക്ക് യാത്രയായി. വഴിയിൽ വെച്ച് ഗുളികനും പൊട്ടൻ ദൈവവും കുറത്തിയമ്മയും ഗുരുക്കളെ പിന്തിരിപ്പിക്കാൻ നോക്കി. നടന്നില്ല. പുലിയായി മാറിയ കാരിഗുരുക്കൾ പുലിജടയും പുലിപ്പാലുമായി കോലോത്തെത്തിയപ്പോൾ അവിടുത്തെ കയ്യാളുകൾ കോലോത്തെ വാതിൽ കൊട്ടിയടച്ചു. കോലോത്തെ വാതിൽ കൊട്ടിയടക്കപ്പെട്ടപ്പോൾ ചതി തിരിച്ചറിഞ്ഞ കാരിഗുരുക്കൾ നേരെ തന്റെ കുടിയിലേക്ക് വന്നു. അരിക്കാടി വെള്ളവും അടിമാച്ചിയും പുറത്തു കണ്ട കാരി എത്ര വിളിച്ചിട്ടും ഭാര്യ വാതിൽ തുറന്നില്ല. അരിശം പൂണ്ട കാരി വാതിൽ പൊളിച്ച് അകത്ത് കയറി. വെള്ളച്ചി പുലിയെ കണ്ട് പേടിച്ച് പായത്തിരയിൽ ഒളിച്ചിരിക്കുകയായിരുന്നു. മനുഷ്യജന്മം കൈവിട്ടു പോകുന്നുവെന്ന് മനസ്സിലാക്കിയ കാരി താൻ പറഞ്ഞതിന് വിപരീതം പ്രവർത്തിച്ച വെള്ളച്ചിയെ കടിച്ചു കൊന്നു. ധീനമായി അലറി വിളിച്ചുകൊണ്ട് പുലി പാതാളത്തിലേക്ക് മറഞ്ഞു. പിന്നീട് അള്ളട നാട്ടിലെ കോലോത്ത് ദുർനിമിത്തങ്ങൾ പലതും കണ്ടു തുടങ്ങി. തമ്പുരാന് വീണ്ടും മാനസിക വിഭ്രാന്തി പിടിച്ചു. രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ പുലിയുടെ അലർച്ച കേട്ട് അന്തർജനങ്ങൾക്ക് ഉറങ്ങാൻ പറ്റാതായി. ആടുമാടുകളെ പുലി കടിച്ചു കൊന്നു. കാര്യം പന്തിയില്ലെന്ന് തോന്നിയ തമ്പുരാൻ പ്രശ്നം വെച്ച് പരിഹാരം കണ്ടു. പ്രശ്നവിധിപ്രകാരം കാരിഗുരുക്കളുടെ ശാപമാണ് ഈ ദുർനിമിത്തങ്ങൾക്ക് കാരണം എന്നറിഞ്ഞു. പ്രതിവിധി ഇങ്ങനെ പറഞ്ഞു: ഒരു പീഠവും തിരിക്കല്ലും വേണം. പുലിയും പുലിരൂപവും വേണം. മോതിരക്കായ പണിത് കാരിഗുരുക്കളുടെയും ശിഷ്യന്മാരുടെയും കോലം കെട്ടണം. ഗുരുക്കൾ മെയ്യുറയുമ്പോൾ മോതിരം കെട്ടി പേര് വിളിക്കണം. ചെയ്ത പാപങ്ങൾക്കെല്ലാം അഭയം പറയണം. പറഞ്ഞ വാക്ക് മുറിയാതെ ചെയ്യണം. എന്നാലേ പാപം തീരൂ. പറഞ്ഞത് പ്രകാരം പുലിമറഞ്ഞ തൊണ്ടച്ചന്റെ കോലം കെട്ടി ഉത്സവം നടത്തി. അവിടെ വച്ച് ചേണിച്ചേരി നമ്പ്യാർ വാക്കുപ്രകാരം കിട്ടിയ സ്വത്ത് പുലിമറഞ്ഞ തൊണ്ടച്ചൻ തെയ്യത്തിന് നീട്ടി. ഭൂമി എനിക്ക് വേണ്ട, ഈ ഭൂമി ഇല്ലാത്തവർക്ക് ദാനം നൽകൂ എന്ന് ദൈവം പറഞ്ഞു. അങ്ങനെ ചേണിച്ചേരി നമ്പ്യാർ സ്വത്ത് ഭൂമിയില്ലാത്തവർക്ക് പകുത്തു നൽകി. മല കയറി പുലിപാതാളത്തിലേക്ക് പോയ കീഴാളരുടെ ദൈവം പുലിമറഞ്ഞ തൊണ്ടച്ചൻ തന്റെ കീഴാളർ തോറ്റിയുണർത്തിയാൽ മറ്റൊന്നും നോക്കാതെ ഏഴിമലയ്ക്കപ്പുറത്തു നിന്നും വിളി കേൾക്കുമെന്നും ഓടിയെത്തുമെന്നുമാണ് വിശ്വാസം. കുറ്റബോധത്താൽ തേങ്ങിക്കരഞ്ഞുകൊണ്ട് വെള്ളച്ചിയും സ്നേഹമയിയായ വെള്ളച്ചിയെ തേടി അലറിക്കൊണ്ട്
കാരിഗുരുക്കളും ഇന്നും രാത്രികാലങ്ങളിൽ മാടായിപ്പാറയിലൂടെ ഒരു നൊമ്പരമായി അലഞ്ഞു നടക്കുന്നു എന്നൊരു വിശ്വാസം കൂടിയുണ്ട്. ഈ വീഡിയോയിൽ കാണുന്ന പുലിമറഞ്ഞ തൊണ്ടച്ചൻ തെയ്യം 2025 മാർച്ച് പള്ളിക്കുടിയൻ തറവാട് ഏലോട് ചാലിൽ തോട്ടുകര ശ്രീ പുലിമറഞ്ഞ തൊണ്ടച്ചൻ ദേവസ്ഥാനത്ത് കെട്ടിയാടിയതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഇതുപോലുള്ള വീഡിയോകൾ ഇനിയും ലഭിക്കുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.